കേരളത്തിലാകമാനമുള്ള പോളിടെക്നിക് ക്യാമ്പസുകളിലെ യൂണിയൻ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ എസ് എഫ് ഐയുടെ ഭാഷയിൽ പറഞ്ഞാൽ പോളിയിലും ഒരേ പൊളി. ഈ എസ് എഫ് ഐ തൂത്തുവാരി എന്നൊക്കെ നമ്മൾ പതിവ് ക്ലീശ ഡയലോഗ് അടിക്കാറുണ്ട്. ഒരുപക്ഷെ ആ വാചകം കൊണ്ടുപോലും ഈ വിജയത്തെ അടയാളപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് കേരളത്തിലെ 14 ജില്ലകളിലായുള്ള 56 പോളിടെക്നിക്കുകളിലേക്ക് നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 46 എസ് എഫ് ഐ, കേൾക്കുക, 56-ൽ 46. ഔട്ട് ഓഫ് 56 യു ഡി എസ് എഫ്, കെ എസ് യു, എം എസ് എഫ് സംഘത്തിന് കിട്ടിയിരിക്കുന്നത് 56-ൽ 10. കേരളത്തിലെ ക്യാമ്പസുകളിലെ സകലമാന വിഷപ്പാമ്പുകളും ഒരുമിച്ച് മത്സരിച്ചപ്പോൾ 10 കോളേജുകളിലാണ് വിജയം നേടാനായത്. കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട പല ഉരുക്കുകോട്ടകളും അതിനപ്പുറത്തേക്ക് 14 ജില്ലകളിലും മൃഗീയ ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അതിന് സമാനമാണ് ഈ വിജയം. അതിനെ സംബന്ധിച്ച് എസ് എഫ് ഐ തന്നെ വിജയത്തിന് ശേഷം പുറത്തിറക്കിയ വാർത്താ സമ്മേളനത്തിൽ വിജയത്തെ സംബന്ധിച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഓരോ ജില്ലകൾ തിരിച്ച് ആ കണക്കുകൾ എങ്ങനെയെന്ന് നിങ്ങൾ കേൾക്കണം. പോയ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സംസ്ഥാനത്തെ 5 പോളിടെക്നിക് കോളേജുകളാണ് മുൻ വർഷം കൈവിട്ടു പോയതിനെ ഇക്കുറി എസ് എഫ് ഐ തിരിച്ചു പിടിച്ചത്. നിഷ്പക്ഷതയുടെ നിശബ്ദതയല്ല, നിലപാടുകളുടെ സമരമാണ് വിദ്യാർത്ഥിത്വം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ഇക്കുറി പോളിടെക്നിക്കുകളിലും എസ് എഫ് ഐ മത്സര രംഗത്തേക്ക് ഇറങ്ങിയത്. വിദ്യാർത്ഥികളുടെ ജനാധിപത്യ ചിന്തകളെ സംരക്ഷിച്ചും വർഗീയതയ്ക്കും ക്യാമ്പസിലെ അക്രമ രാഷ്ട്രീയത്തെയും ചെറുക്കുമെന്ന എസ് എഫ് ഐ പ്രചരണമാണ് വിദ്യാർത്ഥികൾ നെഞ്ചേറ്റിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലെ വിജയം ഇങ്ങനെയാണ്. അത് കാസർഗോഡ് ജില്ലയിൽ 3 പോളിടെക്നിക്കുകളിൽ 3 സമ്പൂർണ്ണ വിജയം. കണ്ണൂരിലെ 5 പോളിടെക്നിക്കുകളിൽ 4 വിജയിച്ചു. 1 മരുന്നിന് അവർക്ക് ദാനം ചെയ്തിട്ടുണ്ട്. അത് കോഴിക്കോട് ജില്ലയിലേക്ക് എത്തുമ്പോൾ 2 പോളിടെക്നിക്കുകളുമാണ് ഇക്കുറി വിജയിച്ചത്. അത് വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് പോളിടെക്നിക് ഇക്കുറി യു ഡി എസ് എഫിൽ നിന്ന് പിടിച്ചെടുത്തു എന്നാണ് കോഴിക്കോടത്തെ വിജയം മനോഹരമാക്കുന്നത്. അത് മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ എം എസ് എഫിന്റെ ഉരുക്കുകോട്ടയിൽ 5-ൽ 1. ബാക്കി മലപ്പുറത്തെ കോട്ടയ്ക്കകത്ത് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ആ കോട്ടയ്ക്കകത്ത് കയറി കഴിഞ്ഞ വർഷം യു ഡി എസ് എഫ് പിടിച്ചു വച്ചിരുന്ന പെരിന്തൽമണ്ണ പോളി തിരിച്ചു പിടിച്ചതാണ് ഇക്കുറി വിജയത്തിലെ ഏറ്റവും മഹത്തരമായ കാഴ്ച. അത് വയനാടേക്ക് എത്തുമ്പോൾ 3 പോളിയിൽ 2 എസ് എഫ് ഐ. തൃശൂർ ജില്ലയിൽ 6-ൽ 6 തൂത്ത് തുടച്ചു വാരിയെടുത്തു എന്ന് പറയുന്നത് പോലെയാണ് കെ എസ് യു യു ഡി എസ് എഫ് സംഘത്തെ മുഴുവനായി ക്യാമ്പസിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. മഹാരാജാസ് പോളിടെക്നിക് കഴിഞ്ഞ വർഷം തൃശൂരിൽ കെ എസ് യു പിടിച്ചെടുത്ത് വലിയ അവകാശവാദം ഉന്നയിച്ചതാണ്. അത് ഇക്കുറി മൃഗീയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയത്. പാലക്കാട് 4-ൽ 4, പത്തനംതിട്ടയിൽ 5-ൽ 4, കോട്ടയത്ത് 3-ൽ 3, ആലപ്പുഴയിൽ 2-ൽ 2, കൊല്ലത്ത് 4-ൽ 4, തിരുവനന്തപുരത്ത് എത്തുമ്പോൾ 5-ൽ 4 കോളേജുകളും പിടിച്ചുകൊണ്ടാണ് കേരളത്തിൽ 56 പോളിടെക്നിക് കോളേജുകളിൽ 46 എസ് എഫ് ഐ വിജയിച്ചു കയറിയത്. ഈ വിജയങ്ങൾ വെറുതെ നേടിയെടുത്തതല്ല, വിദ്യാർത്ഥികൾക്കിടയിലെ തെരഞ്ഞെടുപ്പുകളിലൂടെ വിജയിച്ചു കയറിയതാണ്. എന്നാൽ നേരെ മറിച്ച് എം എസ് എഫുകാരുടെയൊക്കെ ചില തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോഴാണ് ജനാധിപത്യം എന്താണ് എന്ന് നാട്ടുകാർക്ക് ചിലപ്പോൾ ബോധ്യം വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും മലപ്പുറം ജില്ലയ്ക്ക് പുറത്ത് ഒരിടത്തും എം എസ് എഫിനെയും കെ എസ് യുവിനെയും കച്ചിയിൽ തൊടിയിക്കാതെ ആധികാരിക വിജയം നേടിയതോടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ, അത് സ്കൂളുകളിലായിക്കോട്ടെ, കലാലയങ്ങളിലായിക്കോട്ടെ, സർവകലാശാലകളിലായിക്കോട്ടെ, ഇപ്പോൾ പോളിടെക്നിക്കുകളിലുമായിക്കോട്ടെ, എസ് എഫ് ഐയുടെ സമഗ്രാധിപത്യമാണ് ഈ വർഷം കാണുന്നത്. അതായത് ഒരേ ഒരു സംഘടനയിലേക്ക് വിദ്യാർത്ഥികളുടെ വിശ്വാസം ഉരുണ്ടുകൂടുന്നു എന്നുള്ള യാഥാർത്ഥ്യം. ഈ നാട്ടിൽ ജനാധിപത്യ ബോധമുള്ള സംഘടന ഏതെന്ന് ചോദിച്ചാൽ ക്യാമ്പസുകളിൽ പുതിയ തലമുറ വിധി എഴുതുന്നു. അത് എസ് എഫ് ഐ മാത്രമാണെന്ന് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പോളിടെക്നിക്കുകളിലെ ഈ തെരഞ്ഞെടുപ്പിലും കണ്ടിരിക്കുന്നത്.